നമസ്കാരം ആർ പി. നമസ്കാരം. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ വല്ലാത്ത ഒരു പ്രകൃതി സ്നേഹം വന്നു വിട്ടിട്ടുണ്ട്. അത് ഗ്രേറ്റ് നിക്കോബാറിൽ പുതിയൊരു പ്രോജക്റ്റ് വരുന്നതുമായ ബന്ധപ്പെട്ടാണോ, ഇനി ചൈനയോടാണോ, അതോ പ്രകൃതിയോടാണോ ചൈനയോടാണോ സ്നേഹം എന്നുള്ള കാര്യത്തിൽ ഒരു വല്ലാത്ത സംശയമാണ്. കാരണം പ്രത്യേകിച്ച് 2008 ഇദ്ദേഹം ചൈനയുമായി ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാണ്. ഇദ്ദേഹം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്നൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ തന്നെ അന്ന് തന്നെ വളരെ വലിയ ദുരൂഹതകൾ ആരോപിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഏകദേശം അത് സത്യമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചില ട്രാൻസാക്ഷൻസ് ഒക്കെ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് സംശയങ്ങൾ. നമുക്ക് ട്രാൻസാക്ഷൻസിനെ കുറിച്ച് നമുക്ക് അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ തെളിവില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. സംശയങ്ങളാണ്. പക്ഷേ അദ്ദേഹം പ്രവർത്തിക്കുന്നതും അദ്ദേഹം പറയുന്നതും അദ്ദേഹം ചെയ്യുന്നതുമായ കാര്യങ്ങൾ പുറത്തു നിന്നുള്ള പലരും ഗൈഡ് ചെയ്യുന്നതനുസരിച്ചാണ് എന്നുള്ള ഒരു സംശയം ബലപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഭാരത് ജോഡോ യാത്ര തൊട്ട് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ വരെയുള്ള നിരവധി വിഷയങ്ങളിൽ പുറത്തു നിന്നുള്ള ഇടപെടലുണ്ട് എന്ന് മറ്റു പാർട്ടികൾ മാത്രമല്ല, ഈവൻ കോൺഗ്രസ്സിൽ പോലും പലർക്കും സംശയമുണ്ട്. ഈ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഈ വിഷയം ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ നടക്കാൻ പോകുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം. പക്ഷേ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും നിഷ്കളങ്കമല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു ഡോക്യുമെൻ്റ് പോലെ അദ്ദേഹം അയച്ചു തന്നു. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വിദേശത്തുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹം എപ്പോഴും ഇംഗ്ലീഷിലാണ് ഇവിടെയൊക്കെ പ്രസംഗിക്കുക. പാർലമെൻറ്റിലാണെങ്കിൽ പോലും അകത്ത് നമ്മളുടെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ അദ്ദേഹം ഹിന്ദിയിലായിരിക്കും സംസാരിക്കുക. അപ്പോൾ വളരെ കൃത്യമായി കോറിയോഗ്രാഫി ചെയ്യപ്പെട്ട നീക്കങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് നേരത്തെയും ലീഡേഴ്സ് ഓഫ് ഓപ്പോസിഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ? പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസിൽ നിന്നുണ്ടായിട്ടുണ്ട്, BJP നിന്നുണ്ടായിട്ടുണ്ട്, മറ്റു പാർട്ടികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനാണ്. ഇദ്ദേഹം ഒരു ഒറ്റയാനാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് പോലും അറിയില്ല ഇദ്ദേഹം ഏത് വിഷയമാണ് എടുക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും പ്രതികരണം. പലപ്പോഴും പാർട്ടിക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഭാരമാകുന്നുമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി ഈ ഗ്രേറ്റർ നിക്കോബാർ വിഷയം, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ രാഹുൽ ഗാന്ധിയെ പേഴ്സണലായിട്ട് ഇത്രയും പറയണമെന്ന് പോലും വിചാരിച്ചതല്ല. പക്ഷേ രാജ്യ താല്പര്യത്തിന് തികച്ചും വിഘാതമാകാൻ വേണ്ടി ഒരാൾ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ നമുക്കിത് പറഞ്ഞേ മതിയാവും. ഈ ഗ്രേറ്റർ നിക്കോബാർ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ സാധാരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് ഇദ്ദേഹം അപ്രത്യക്ഷനാവുന്നത്. വല്ല പട്ടായയിലോ എവിടെയെങ്കിലോ ഇറ്റലിയിലോ ഒക്കെ പോകാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അതിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ ഇദ്ദേഹം നിക്കോബാറിലേക്ക് യാത്ര നടത്തുകയാണ് ചെയ്തത്. അവിടെ ചെന്ന് അവിടെ വീഡിയോ എടുത്ത് വളരെ ഭാവനാത്മകമായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുകയും കേൾക്കുന്നവർക്ക് വളരെ അയ്യോ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ തോന്നുന്ന വിധത്തിൽ വളരെ കൃത്യമായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോറിയോഗ്രാഫി ചെയ്ത ഒരു വീഡിയോ ആണത്. അതിൻ്റെ അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ നമ്മളുടെ ജൻസികൾ അവർ ഇറങ്ങണം, പ്രതിഷേധിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതേ എത്ര കാലമായിട്ടാണ് ഈ ജൻസികളെ ഇങ്ങനെ ചൂടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് ശ്രീലങ്കയിൽ, എന്ന് നേപ്പാളിൽ, എന്ന് ബംഗ്ലാദേശിൽ, എന്ന് ഇറാനിൽ ഇതുപോലെ കലാപം ഉണ്ടായിട്ടുണ്ടോ, ജൻസി കലാപം ഉണ്ടായിട്ടുണ്ടോ, അന്ന് മുതൽ തുടങ്ങിയ അസുഖമാണ്. എന്തെങ്കിലും പറഞ്ഞ് ഇതിനോട് ജൻസികൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു വരൂ, നിങ്ങൾ തെരുവിൽ വരൂ, നിങ്ങൾ പ്രതിഷേധിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളം ഉണ്ടാക്കാൻ. അപ്പോൾ ഇദ്ദേഹം ശരിക്കും അരാജകവാദിയാണ്. സാധാരണ ഒരു പ്രതിപക്ഷ നേതാവല്ല. എനിക്ക് അധികാരം കിട്ടിയില്ല, എനിക്ക് കിട്ടുന്നില്ല, ഉടനെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല, എന്നാൽ പിന്നെ ഇത് നശിപ്പിച്ചിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. ഈ ചില ടൂൾ കിറ്റുകൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ലൈൻ ഓഫ് ആക്ഷൻ എടുത്ത് നോക്കുമ്പോൾ കർഷക സമരത്തിൻ്റെ സമയത്ത് ചില ടൂൾ കിറ്റുകൾ വിതരണം ചെയ്യപ്പെട്ടിരുന്നു.
ഈ ടൂൾ കിറ്റുകൾ എവിടുന്നാണ് വന്നതിനെക്കുറിച്ച് വ്യക്തമായ വലിയ ധാരണയില്ല. ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. അതെ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന വ്യാവസായിക സമരം, ഇനി ഈ സമരം ഇവിടെ ഇപ്പോൾ ഗ്രേറ്റർ നിക്കോബാറിൽ അദ്ദേഹം ഉയർത്തുന്ന കലാപക്കൊടി, അവിടുത്തെ ഷോംബെയിൻ, നിക്കോബാറീസ്, ഈ പറയുന്ന തദ്ദേശീയരായിട്ടുള്ള ഈ സമൂഹങ്ങൾക്കൊന്നും തന്നെ ഒരു പ്രശ്നമുണ്ടായി. കാരണം അവരെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല. അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും വരാതെ അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഈ അടിസ്ഥാന സൗകര്യ വികസനം അവിടുത്തെ എയർപോർട്ട് പ്രോജക്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് ഇൻഫ്രാ പ്രോജക്റ്റുകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതും ബുദ്ധിമുട്ടുണ്ടാകുന്നതും ചൈനയ്ക്കാണ്. കാരണം തൊട്ടടുത്താണ് മലാക്ക സ്ട്രീറ്റ്. അത് തന്നെയാണ് ഇതിനകത്തെ വിഷയം. ഈ ഗ്രേറ്റർ നിക്കോബാർ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രോജക്റ്റിന് വലിയ പ്രത്യേകതയുണ്ട്. അതായത് സാധാരണ ഒരു പ്രോജക്റ്റ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഊന്നിയുള്ളതാണെങ്കിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് വലിയ തോതിൽ കൊമേഴ്ഷ്യൽ രംഗത്ത്, ട്രേഡ് രംഗത്ത് വിജയിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണിത്. വലിയ തോതിൽ ഈ മലാക്ക സ്ട്രീറ്റിൻ്റെ വാമുഖത്താണ് ഈ പ്രോജക്റ്റ് വരാൻ പോകുന്നത്. മലാക്ക സ്ട്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏതാണ്ട് ലോകത്ത് നടക്കുന്ന ഈ വ്യാപാരത്തിൻ്റെ ഒരു വലിയ ശതമാനം, ഏതാണ്ട് 30% ഈ മലാക്ക സ്ട്രീറ്റിലൂടെയാണ് നടക്കുന്നത്. നമ്മൾ ഹൊർമൂസ് കടലിടുക്കിൻ്റെ കാര്യമാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു കടലിടുക്കാണ് ഈ പറയുന്ന മലാക്ക എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ചൈനയ്ക്ക് ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി ചൈന ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ 70 തൊട്ട് 80 വരെ ശതമാനം ഈ മലാക്ക സ്ട്രീറ്റിലൂടെയാണ് പോകുന്നത്. അവിടെ ഒരു ഇന്ത്യൻ സാന്നിധ്യം ഉണ്ടായാൽ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തിയാണ്. ചൈനയ്ക്ക് അറിയാമല്ലോ, ഒരു സാമ്രാജ്യത്വ വികസന നയമുണ്ട്. എങ്ങനെയും വികസിപ്പിക്കുക, ഒന്നുകിൽ കോളനി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നേരിട്ട് തന്നെ പിടിച്ചെടുക്കുക. ഇതൊക്കെയാണ് ചൈന ചെയ്യുന്നത്. അപ്പോൾ ഈ മലാക്ക മേഖലയിൽ, ഇന്ത്യൻ ഓഷ്യനിൽ ചൈന അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയാണ് ഭാരതത്തിൻ്റെ ഒരു വലിയ സംവിധാനം ഈ പറയുന്ന ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡിൽ വരിക. ഇത് മലാക്ക സ്ട്രീറ്റ് തുടങ്ങുന്നിടത്താണ് ഈ ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡ് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിംഗപ്പൂർ എയർപോർട്ടിലുള്ള നമ്മളുടെ ഡിപ്പെൻഡൻസി കുറയും. അവിടെ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ വരാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് വലിയ ഒരു വ്യാപാര രംഗത്ത് വലിയ ഒരു ഉണർവ് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഡിഫൻസ് പ്രാധാന്യമാണ്. ശരിക്കും പറഞ്ഞു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വിമാനവാഹിനി കപ്പൽ പോലെ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിമാനവാഹിനി കപ്പൽ പോലെ വലിയ പ്രാധാന്യം, വലിയ ഒരു ഷേപ്പിലുള്ള, നമുക്ക് പ്രകൃതിയെ അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇത് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല ഇത്രയും കാലം? അവിടെ ഇന്ദിരാ പോയിന്റ് എന്നും പറഞ്ഞ ഒരു സ്തൂപം ഉണ്ടാക്കി വെക്കുക അല്ലാതെ ഒരു കാര്യവും അവിടെ ചെയ്തിട്ടില്ലെന്നേ. കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മുടെ പ്രതിരോധ സേന, പ്രത്യേകിച്ച് നമ്മളുടെ നാവികസേന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതാണ് ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കണമെന്ന്. ഒന്നും ചെയ്തിട്ടില്ല. ഈ 2014 മോദി സർക്കാർ വന്ന ശേഷമാണ് ഇതിൻ്റെ നടപടികൾ തുടങ്ങി വെക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിൻ്റെ രംഗത്ത്, നമ്മളുടെ ഡിഫൻസ് രംഗത്ത് അവിടെ ഈ പറയുന്ന സംവിധാനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിൽ ചൈനയുടെ ആധിപത്യത്തെ ചെറുക്കാൻ നമുക്ക് സാധിക്കും. അതൊരു ചെറിയ കാര്യമല്ല. ഇതുപോലൊരു സംഘർഷമൊക്കെ വരുമ്പോൾ ചൈന മറുവശത്ത് നമുക്കിട്ട് പണി തന്നു കഴിഞ്ഞാൽ നമുക്ക് ചൈനയെ പിടികൂടാൻ പറ്റുന്ന ഒരു വലിയ സംവിധാനം ഇവിടെ ഉണ്ടാകുകയാണ്. ചെറിയ കാര്യമല്ല. ഇനി ഇതെല്ലാം കൂടാതെ 10,000-40,000 ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു ടൗൺഷിപ്പ് വരികയാണ്. അപ്പോൾ ഇതെല്ലാമാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് എന്തോ ഭയങ്കര കുഴപ്പമാണ്. ഇത് ഇക്കോളജിയെ ബാധിക്കുന്നു, പരിസ്ഥിതിയെ ബാധിക്കുന്നു, അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. ഇതും ഈ ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുന്നത് സംബന്ധിച്ചും അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇനി ഈ പരിസ്ഥിതിയുടെ കാര്യം നിങ്ങളൊന്ന് എടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8,250 സ്ക്വയർ ഫീറ്റോ മറ്റോ ഉണ്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളുടെ. നിരവധി ഐലൻഡുകളാണല്ലോ. അതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെറും 166 സ്ക്വയർ കിലോമീറ്ററാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡ് മാത്രം എടുത്താൽ അതിൻ്റെ വെറും 10% ഏരിയയിൽ മാത്രമാണ് ഈ വികസനം ഉണ്ടാകുക, ഈ പദ്ധതി ഉണ്ടാകുക. അപ്പോൾ ഇതൊന്നും അല്ല ഇതിൻ്റെ വിഷയം.
ഇതിൻ്റെ വിഷയം ഭാരതത്തിന് പലതരത്തിലും ഗുണകരമാകുന്ന ഒരു വലിയ പ്രോജക്റ്റ് വരുന്നു. അതിനെ തടസ്സപ്പെടുത്തുക. ഇപ്പോൾ നമുക്ക് അഭിമാനമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ, അതേപോലെ ബാലാക്കോട്ട് നടന്നപ്പോഴൊക്കെ തെളിവെന്തിയെന്ന് ചോദിച്ച് ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അതായത് അങ്ങനെ പോലും ഭാരതത്തിൻ്റെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറും ഓപ്പറേഷൻ ബാലാക്കോട്ടും ഒക്കെ നമ്മുടെ സൈന്യത്തിൻ്റെ ശക്തിയുടെ ഒരു, സൈനിക വിഭാഗങ്ങളുടെ ശക്തിയുടെ ഒരു പ്രകടനമായിരുന്നു, ഇല്ലേ? അവരുടെ ഒരു എക്സിബിഷൻ. അത് മോദിക്ക് മാത്രമുള്ള ഒരു നേട്ടമൊന്നുമല്ല. പക്ഷേ ഇത് ബി ജെ പിക്കോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ഇതിൻ്റെ പേരിൽ ഒരു നേട്ടം ഉണ്ടായാലോ എന്നുള്ള ഭയത്താൽ നമ്മളുടെ ഫോഴ്സസിനെ പോലും ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സമീപനം എടുത്താലും ബ്രഹ്മോസിൻ്റെ കാര്യം എന്ന് പറയുന്ന പോലെ ഇതൊരു വലിയ സംഭവമായിട്ട് അവിടെ വരുമ്പോൾ ഇതിനെ എതിർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിനിടയിലും ഓടി അവിടെ പോയിട്ട് അവിടെ ഇത്രയും മരങ്ങൾ വെട്ടാൻ പോകുന്നു, അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹളം ഉണ്ടാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സഹോദരി ഡെറാഡൂണിലോ എവിടാണോ ഒരു വലിയ മാളിക വെച്ചപ്പം അവിടെ ഇഷ്ടം പോലെ മരങ്ങളാണ് വെട്ടിയത്. ചോദിച്ചപ്പോൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മരമൊക്കെ വെട്ടേണ്ടി വരുമെന്നാണ് പറയുന്നത്, ഒരാളുടെ വീട് വെക്കുന്നതിന്. അപ്പോൾ പിന്നെ ഇവിടെ അത് നിരവധി പേര് മരിച്ചപ്പോൾ വൻമരങ്ങൾ അതെ. അപ്പോൾ ഇവിടെ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്ന, രാജ്യത്തിൻ്റെ മുഴുവൻ വ്യാപാര രംഗത്തിന് വലിയ ഉണർവ് കൊടുക്കുന്ന, രാജ്യത്ത് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി വരുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ്സിൽ തന്നെ വേറെ ആരെങ്കിലും ഇതുപോലെ കാര്യമായി. ഇനിയിപ്പോൾ ഇങ്ങരുടെ പുറകിൽ ആൾക്കാർ വരുമായിരിക്കും. അല്ലാതെ മോദി കഴിഞ്ഞ പ്രസംഗത്തിൽ, അതായത് വനിതാ സംവരണ ബില്ലിന് ശേഷം ഉള്ള പ്രസംഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, 370 വന്നപ്പോൾ കോൺഗ്രസ് എതിർത്തു, GST വന്നപ്പോൾ കോൺഗ്രസ് എതിർത്തു. ഇങ്ങനെ രാജ്യത്തിന് ഉപകാരപ്രദമാകുന്ന എല്ലാ പ്രൊജക്റ്റുകൾ വരുമ്പോഴും ഒരു ശത്രു രാജ്യം എങ്ങനെയാണോ നിൽക്കേണ്ടത് ആ ഒരു സ്ട്രാറ്റജിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അല്ല, ഇത് ചൈനയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതിപ്പോൾ മലാക്ക കടലിടുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. മലാക്ക കടലിടുക്കിൽ നമ്മളുടെ സാന്നിധ്യം വരുന്നത് ചൈനയ്ക്കൊരു വലിയ തിരിച്ചടിയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും പറഞ്ഞാൽ ഈ കടലിടുക്കിൽ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ഉണ്ട്, ചൈനയുടെ ഇൻട്രസ്റ്റ് ഉണ്ട്, ഭാരതത്തിന് തീർച്ചയായിട്ടും അവിടെ ഒരു ഇതുണ്ട്. നമ്മൾ ഇത്രയും കാലം ഇത് നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ലെന്നേ. അല്ല, ഇത് ഇതിൽ ചൈന ഹോർമൂസ് കഴിഞ്ഞാൽ അടുത്ത് ചൈനയുടെ പ്രൊജക്റ്റ് പറഞ്ഞത് ഈ മെലാക്ക സ്ട്രീറ്റിലാണ്. അപ്പം അത്തരത്തിൽ വളരെ ഈ മേഖലയെ US ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയോടൊപ്പം നിന്നുകൊണ്ട്, അത് ചൈനയുടെ ചില പ്രോജക്റ്റുകളുണ്ടല്ലോ, തായ്വാൻ പിടിച്ചടക്കുക, അതോടൊപ്പം തന്നെ ഈ ഫിലിപ്പൈൻസ്, ഈ മേഖലയിലേക്ക് സൗത്ത് ചൈന സീ കേന്ദ്രീകരിച്ച് ചൈന നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ ആ മേഖലയിലെ രാജ്യങ്ങൾക്ക് സുരക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗം കൂടിയാണ് ഈ മെലാക്ക സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അവിടെ ചൈന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ചൈനയുടെ ഏകദേശം എല്ലാ ട്രേഡും ഇതുവഴിയാണ്. 70-80% അവരുടെ എനർജി മുഴുവൻ ഇതുവഴിയാണ് പോകുന്നത്. നമുക്ക് അതിനെ തടയിടാൻ പറ്റും. നമുക്ക് അറ്റ്ലീസ്റ്റ് അവരോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു പിടിവള്ളിയുണ്ട്. അപ്പൊ ഇതൊക്കെ വരാൻ പാടില്ല, ഇതൊന്നും വരാൻ പാടില്ല. ഇപ്പം ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ വ്യാപാരത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ഈ യുദ്ധം ഉണ്ടാകുന്നത് വരെ 23.2 മില്യൺ ബാരൽസാണ് ഈ പറയുന്ന മലാക്ക സ്ട്രെയിറ്റ് വഴി എല്ലാ ദിവസവും പൊക്കോണ്ടിരിക്കുന്നത് എണ്ണ. അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. അപ്പോൾ അവിടെ നമ്മുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ 10 മരങ്ങളുടെ പേരിൽ അതിനെ എതിർക്കാൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാജ്യദ്രോഹം അല്ലെങ്കിൽ വേറെന്താണ്. വേറൊരു കാര്യം കൂടെ പറയാം, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. ഇന്ത്യക്ക് ചുറ്റും അദൃശ്യമായ ഒരു റിങ് ഉണ്ടാക്കാൻ, ഒരു വലയമുണ്ടാക്കാൻ ചൈന ശ്രമം തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. നമ്മൾ അതിനെ എതിർക്കാൻ വേണ്ടി ഡയമണ്ട് നെക്ലേസ് എന്നും പറഞ്ഞ് നമ്മൾ മറ്റൊരു വലയം നമ്മളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൈനയുടെ ഈ പദ്ധതിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാണ് ഇപ്പോൾ ഒരു വലിയ തടസ്സം ഉണ്ടാകുന്നത്. ഈ മേഖലയിൽ നമ്മളുടെ സാന്നിധ്യം വരുന്നതോടുകൂടി, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യനിൽ ചൈനയുടെ ആധിപത്യത്തിന് അവസാനം ഉണ്ടാകാൻ പോവുകയാണ്. നമ്മളുടെ നാവികസേനയുടെ സാന്നിധ്യം അവിടെ വരാൻ പോവുകയാണ്. ഇതിനെയൊക്കെയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എതിർക്കുന്നത് എന്ന് കാണുമ്പോൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളത് നാട്ടുകാരാണ് തീരുമാനിക്കേണ്ടത്, അല്ലേ? അതെ, തീർച്ചയായും. നമസ്കാരം.
വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.